തിരുവനന്തപുരം കരകുളം ലോക മെഡിസിറ്റിയിൽ യുവതി ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചതായി പരാതി. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ അരുവിക്കര സ്വദേശിനിയായ ദീപയാണ് മരിച്ചത്. ആശുപത്രിയിലെത്തിച്ച ദീപയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ദീപയുടെ കുടുംബം അരുവിക്കര പോലീസിൽ പരാതി നൽകി. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. എന്താണ് സർജറി എന്നോ കഴിഞ്ഞിട്ട് ബയോപ്സി എടുത്താൽ ബയോപ്സി പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറെ കാണിക്കുന്ന ഒരു റൂളുണ്ട്. ഒരു മുഴ എടുത്താൽ പോലും, ഒരു കുഞ്ഞ് സിസ്റ്റ് എടുത്താൽ പോലും പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറെ കാണിക്കാം. അതിനെക്കുറിച്ച് പറയുകയോ കാണിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ബയോപ്സി അയച്ചു എന്ന് പറഞ്ഞു. ഡോക്ടറെ അടുത്ത് ചോദിച്ച് ബയോപ്സി എടുത്ത് റിപ്പോർട്ട് 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡ്യൂട്ടി ഡോക്ടർ വന്നു ചോദിച്ചു. അപ്പം ചോദിച്ചു, ഞാൻ പേഷ്യൻറ്റിന് വന്നപ്പോൾ കണ്ടീഷനുള്ളോ നിങ്ങൾ റിപ്പോർട്ട് കാണിക്കും, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പറയും. അത് പേഷ്യൻ്റ് BP ഫോളോ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ സർജറിക്ക് മുന്നേ ഫർദർ ചെക്കപ്പ് ഒന്നും എടുത്തില്ലേ, എക്കോ എടുത്തില്ലേ, ECG എടുത്തില്ലേ, ECG ഫയലിലുണ്ടോ കാണിക്ക്. അത് ECGയിൽ അറിയാൻ പറ്റില്ലല്ലോ മേഡം. അപ്പോൾ ECG ഫയലിലില്ല. പേഷ്യൻ്റെ അടുത്ത് എന്തോ ഇരുന്നു, വേറൊരു ചാർട്ട് എടുത്തുകൊണ്ട് തന്നു, പേരുള്ളത് തന്നെയാണ് എടുത്തുകൊണ്ട് തന്നു. ഈ എക്കോ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇന്നലെ രാവിലെയാണ് ചെയ്തേക്കുന്നത്. സർജറി കഴിഞ്ഞത് മെനിയാന്ന് രാത്രി 10:30 കയറ്റി 2:30 മണിക്കാണ് സർജറി കഴിഞ്ഞത്. എന്തുകൊണ്ട് ഈ സർജറി കഴിഞ്ഞ കാര്യം ഒന്നും മരിച്ചു എന്നുള്ള വിവരം ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടില്ല. സീരിയസ് ആണ് എന്നുള്ളത് രാവിലെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. പേഷ്യൻ്റെ കണ്ടീഷൻ മോശമാണ്. അത് സർജറി കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ പറയേണ്ട കടമയാണ്. ഷിജോ കുര്യൻ വിവരം നൽകും. ഷിജോ, എപ്പോഴാണ് യുവതി അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയത്? പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇതിൽ ആശുപത്രി നൽകുന്ന വിശദീകരണം എന്താണ്? ദിവ്യ, തിരുവനന്തപുരം കരകുളത്ത് പ്രവർത്തിക്കുന്ന ലോക മെഡിസിറ്റിക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് മരിച്ച ബിന്ദുവിന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചയോടുകൂടി, ഏതാണ്ട് രാത്രി 1 മണിയോടുകൂടി ബിന്ദുവിന് വയറുവേദന ഉണ്ടാവുകയും ഉടൻ തന്നെ കരകുളത്തെ ലോക മെഡിസിറ്റി ആശുപത്രിയിൽ കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ആ പുലർച്ചെ കൊണ്ടുപോയി അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് മരുന്നുകൾ നൽകി വലിയ കുഴപ്പമൊന്നുമില്ലാതെ തിരികെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് ഉച്ചയോടുകൂടി വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പറയുന്നത് ശസ്ത്രക്രിയ നടത്തേണ്ടതാണ്, ശസ്ത്രക്രിയ നടത്തണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. അതിന് പിന്നാലെ ശസ്ത്രക്രിയ നടത്തുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ 38 വയസ്സുള്ള ദീപ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ദീപയുടെ മരണത്തിലാണ് ഇപ്പോൾ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ചികിത്സാ പിഴവ് മൂലം ദീപ മരിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അതേസമയം ആശുപത്രി അധികൃതർ പറയുന്നത് ഇതിനകത്ത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. ദീപയുടെ വയറ്റിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. ഈ സിസ്റ്റ് പൊട്ടി ആ വയറിനുള്ളിൽ തന്നെ ആന്തരിക രക്തസ്രാവം ഉണ്ടായി. അതേ തുടർന്നാണ് വയറുവേദന ഉണ്ടായത്. അത് ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ദീപയ്ക്ക് ഇങ്ങനെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തിയത്. ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനിടയിൽ, അതായത് ഈ സിസ്റ്റ് പൊട്ടിയതിന് പിന്നാലെ തന്നെ ഹൃദയാഘാതം ഉണ്ടായി. കാർഡിയാക് അറസ്റ്റാണ് മരണകാരണം എന്നുള്ള ഒരു വിശദീകരണമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതല്ലാതെ ഒരു തരത്തിലും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. എന്നാൽ ദീപയുടെ ബന്ധുക്കൾ പറയുന്നത് ആശുപത്രി അധികൃതർ ചികിത്സ സംബന്ധിച്ചുള്ള രേഖകൾ നൽകുന്നതിനകത്തടക്കം ഒരു വിസമ്മതം അറിയിച്ചു. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല. അതേസമയം ബന്ധുക്കൾ മറ്റു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ചെറിയൊരു വയറുവേദനയുമായിട്ട് പോയ ആളാണ് ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ആശുപത്രി അധികൃതർ പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഈ പറയുന്ന ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്. ദീപ നിരന്തരം മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നില്ല, ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് മരണം സംഭവിച്ചു, ആ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് ആശുപത്രി അധികൃതർ കൃത്യമായിട്ട് പറയണമായിരുന്നു. പല കാര്യങ്ങളും ആശുപത്രി അധികൃതർ മറച്ചുവെച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി ബന്ധുക്കൾ ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ദീപയുടെ മരണത്തിൽ ലോക മെഡിസിറ്റി ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അരുവിക്കര പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. അതിന് പിന്നാലെ മരണപ്പെടുകയായിരുന്നു ദീപ എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതിൽ വലിയ ചികിത്സാ പിഴവുണ്ട് എന്ന് കുടുംബം ഉന്നയിക്കുമ്പോൾ ചികിത്സാ പിഴവ് കാരണമല്ല, മരണം ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.